ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ സമയം 6:30 ആകാൻ പോകുന്നു. ഞങ്ങൾ നേരെ ബോട്ടിങ്ങിന് പോകണം. വാരണാസിയിൽ ഗംഗ ആരതി കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭവം ഇവിടെ ഗംഗയിൽ കൂടിയുള്ള ബോട്ടിങ്ങാണ്. അപ്പോൾ ബോട്ടിങ്ങിന് പോകണം. പക്ഷെ ഇന്ന് നമ്മുടെ കുണുസ്വാമി ഇല്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, കുണുസ്വാമിക്ക് ചെറുതായിട്ട് പനി അടിച്ച്. അപ്പോൾ രാവിലെ പനി മാറിയിട്ടില്ല, പിന്നെ ചെറിയ തലവേദനയുണ്ട്. അപ്പോൾ വേറെ കുണുമില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. നേരം വെളുത്തു. പക്ഷെ സൺറൈസ് ഇവിടെ കുറച്ച് കൂടി ടൈമുണ്ട് സൺറൈസ് ആവാനായിട്ടെന്ന് തോന്നുന്നു. സൺറൈസ് ആവണേ ഉള്ളൂ. അപ്പോൾ നേരെ ബോട്ടിങ്ങിലേക്ക്. ബോട്ടിങ്ങിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നോക്കാം. ചില ആൾക്കാർ 100, ചില ആൾക്കാർ 150 പറയണത്. നോക്കട്ടെ. സൺറൈസ് ആയിട്ടാ കാണിച്ചതാ. നമ്മളപ്പോൾ ബോട്ടിൻ്റെ സംഭവങ്ങൾ സംസാരിച്ചു. ഷെയറിംഗ് ബോട്ടാണെങ്കിൽ ഒരാൾക്ക് 100 കൊടുത്താൽ മതി. നമുക്ക് 4 പേരും കൂടി പേഴ്സണലായിട്ട് പോകണമെങ്കിൽ കോൺസാ ബോർഡ് ऐसा इसमें इंजन है वो जा रहा है उधर, रोड इधर लाएगा ना, इसमें इंजन है. ठीक है. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ഒരാൾക്ക് 250 രൂപ പറഞ്ഞ് അവർ 300 രൂപ വെച്ച് 250 സെറ്റാക്കി. അപ്പോൾ നമ്മൾ 4 പേരും കൂടി ഒരു ചെറിയ ബോട്ടിൽ പണിയെടുത്തിട്ട് വരാം. ശരി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നേരെ അസീഗഡിനങ്ങാട് പോകും. അസീഗഡിൻ്റെ അവിടെ നിന്ന് നേരെ തിരിച്ച് അവിടെ മണിക്കരൻ കെട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് പറഞ്ഞേക്കണം. ഇനി എന്ത് കാണിക്കുമെന്ന് അറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും പോകാം. തിരിച്ച് നമ്മുടെ ഡ്രോപ്പ് പ്ലേസിലെത്തി. ഇദ്ദേഹമായിരുന്നു നമ്മുടെ കപ്പിത്താൻ. आपका नाम क्या है? रोहित. പൊളിയായിരുന്നു എന്തായാലും. ടിങ്കു ഭയ്യടാ ചായക്കടയിലേക്ക് നമ്മൾ പോണാണ്. നേരെ मेरे लिए ब्लैक कॉफी. ब्लैक कॉफी विदाउट शुगर या हॉट लेमन जिंजर. अब हमरा हॉट लेमन जिंजर. मीनू. हां എന്താണെന്ന് എനിക്കറിയാം. एक लेमन जिंजर, 2 ब्लैक टी, 1
ടിങ്കുവിന്റെ കടയിൽ നിന്നുള്ള ചായ അല്ലല്ല നീ എന്തായിരുന്നു മറ്റേ ജിഞ്ചർ ടീ പൊളിച്ചിട്ടാ. ജിഞ്ചർ ടീ എന്ന് പറഞ്ഞിട്ട് ഇഞ്ചി മാത്രം ചൂടുവെള്ളത്തിലിട്ട് വീഞ്ഞ് അങ്ങോട്ട് അവസാനം ചായ രണ്ടാമത് ഇരുന്നു. അപ്പൊ കാപ്പി നൈസായിരുന്നു. കാപ്പി മറ്റേ അന്ന് കിട്ടിയ പണി പോലെ ആയിരുന്നില്ല, ഇന്നത്തെ ഉള്ളായിരുന്നു. 15 രൂപയുള്ളൂ. എല്ലാം കൂടി 55 രൂപയുള്ളൂ. ഞാൻ വിചാരിച്ച 100-200 രൂപ മേടിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ഇനി ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ ചെല്ലുന്നു. കുണ്ണുസ്വാമിനെ ഒന്ന് കുത്തിപ്പൊക്കണം. എന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ. അങ്ങനെ കുണ്ണുസ്വാമിനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ട റെസ്റ്റോറൻ്റ് ഇല്ലേ, നമ്മൾ അതേ സെയിം റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്നും മസാല ദോശ. കുണ്ണുസ്വാമിയുടെ അവസ്ഥ, കുണ്ണുസ്വാമിക്ക് ആരോഗ്യം കുറവായതുകൊണ്ടാണ് കുണ്ണുസ്വാമി വാതുറക്കത്ത്. കുണ്ണുസ്വാമി വാതുറന്നൊരു കാര്യമില്ല. കുണ്ണുസ്വാമിയുടെ പൊതിഞ്ഞെടുത്തേക്കാണ് ഞങ്ങൾ ഷവർമ്മ പുതിയൊരു. അലൻ കുരങ്ങൻ സാധനം ഇട്ടു ക്യാച്ച് ഇടി. ആ കിട്ടില്ല, കുറച്ചും കൂടി. ആ എടാ മര്യാദ ഇട്ടു വിടാ. നീ അപ്പുറത്തെ ചപ്പാത്തി എടുക്കും. ഒരു ചപ്പാത്തി പണ്ടല്ലോ അവിടെ. ആ ഭായ്യ എന്നിട്ട് രണ്ടാവണ കേട്ടോ നിന്റെ കളി ഇഷ്ടപ്പെടണം. ആ ആ ആ ആ വേണ്ട വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ വീട്ടിൽ കാണിച്ച അതേ റെസ്റ്റോറൻറ്റിനെ ആയതുകൊണ്ടാണ് പിന്നെയും കാണിക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ പരിപാടി കുണ്ണുസ്വാമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. അത് അടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ കുണ്ണുസ്വാമിനെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കിയിട്ട് മിക്കവാറും അഡ്മിറ്റ് ചെയ്യേണ്ടി ട്രിപ്പിട്ട് കിടത്തു മിക്കവാറും. അഭിലാഷിനെ കൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അവിടെ വെയിറ്റിങ്ങിലാണ്. ഡോക്ടർ അവിടെ വേറെ പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദിയിൽ ബാത്തൂല് ഇംഗ്ലീഷിൽ ബാത്തിയാലും മതി. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവന്മാരവിടെ നിൽക്കണം അപ്പുറത്ത്. രജിസ്ട്രേഷൻ്റെ ഇതായിരുന്നു ആ ഹോസ്പിറ്റല്, മാർവാടി ഹിന്ദു ഹോസ്പിറ്റൽ. അഭിലാഷിനെ ഇറക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. ആ ഒരു ലോഡ് എവിടെ ഒരു 4 മരുന്നുണ്ട് 2 ദിവസത്തേക്ക്. ഇത് കഴിച്ചാൽ മാറുമോ നോക്കാം. വേറെ എല്ലാവർക്കും തൊണ്ടവേനുണ്ട്, അതുകൊണ്ട് അലനെ കയറ്റിയിട്ട് കുറച്ച് മരുന്ന് മേടിച്ചു. ആ എന്താ ഒച്ചപ്പാടുകൂടെ. ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി. മരുന്നൊക്കെ കഴിച്ചപ്പോൾ കുണുമാനന്ദ സ്വാമിക്ക് ആരോഗ്യം വന്ന് കുണുമാനന്ദ സ്വാമി കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വിത്തൗട്ട് പിന്നെ ആദ്യം മാറ്റി ഞാൻ അവിടെ വെച്ച് ഇപ്പോൾ പഞ്ചസാരയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇളക്കാമിനെ കുണുസ്വാമിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്. എല്ലാവർക്കും തൊണ്ടവേദന, മൂക്കടപ്പ്, എനിക്കും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. സൗണ്ടും ശരിയായിട്ടൊന്നുമില്ല. പിന്നെ കുണുസ്വാമിക്കാണെങ്കിൽ പനിയുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചപ്പോഴേക്കും കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആരോഗ്യമൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി എന്നുണ്ടെങ്കിൽ ലഞ്ച് കഴിക്കുക. അത് കഴിഞ്ഞ് സാരനാഥ് എന്ന സ്ഥലത്തേക്ക് പോകണം. നമ്മൾ ഇവിടെ ഒരു ഓൾമോസ്റ്റ് 10 കിലോമീറ്റേഴ്സ് ഉണ്ട് സാരനാഥിലേക്ക്. ബുദ്ധൻ്റെ ആദ്യത്തെ പ്രഭാഷണം നടന്ന സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത് സാരനാഥ്. ഫുള്ള് ഒരു ടിബറ്റൻ ടീമാണ് അവിടെ. അത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് കഴിഞ്ഞ് ഇനി നേരെ സാരനാഥിലേക്ക് പോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബബ്ലു വയ്യയുടെ വണ്ടിയിലാണ് നമ്മൾ സാരനാഥിലേക്ക് പോകുന്നത്. അപ്പോൾ ശാശ്വതഘട്ടിൻ്റെ അവിടെ വണ്ടി നോ എൻട്രി ആണ്. അത് വേറെ സ്ഥലത്താണ് പാർക്കിങ്. അപ്പോൾ പാർക്കിങ്ങിന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സാരനാഥിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് പോകാനും തിരിച്ചു കൊണ്ടുവരാനും 700 രൂപയാണ് പറഞ്ഞത്. नहीं भैया बस यही आखिरी है, यही के बाद घरे तार नोचवाना ना हो। अभी सब लोग भागा चलना. അപ്പോൾ നമുക്ക് നേരെ സാരനാഥിലേക്ക്. യെസ്, നമുക്ക് പോകാനുള്ള വണ്ടി ഇതാണ്. കാണാൻ എല്ലാവരും സീറ്റിംഗ് ആയി. കുണ്ണുസ്വാമിയും അലനപ്പുറത്ത് നേരെ സാരനാഥിലേക്ക് പോകുന്നു. ബബ്ലു വണ്ടിയിൽ നമ്മൾ പൊളിക്കുന്നു. ഞാനായിരിക്കും ഓടിക്കാൻ പോണത്.
അങ്ങനെ നമ്മൾ സാറിനകത്തെത്തി, എല്ലാവരും അകത്തേക്ക് കയറി. ഞാൻ നമ്മുടെ ബബ്ബലുവിൻ്റെ നമ്പർ മേടിച്ചാണ് തിരിച്ചു വരുമ്പോൾ ഓട്ടോ വിളിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു ഗൈഡ് ഉണ്ട് ഇവിടെ. ഗൈഡല്ല, പുള്ളി ഇവിടെ കമ്മ്യൂണിറ്റിയിലുള്ളതെന്ന് പറഞ്ഞു, ഇവിടെ ടിബറ്റൻ കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പോൾ പുള്ളി നമുക്കെല്ലാം പറഞ്ഞു തരും. അധികം ചാർജൊന്നുമില്ല, വെറും 100 രൂപ കൊടുത്താൽ മതി. സോ ഒന്നെന്തായാലും പുള്ളിയുടെ ഒപ്പം അങ്ങോട്ട് പോവാം. പുള്ളിയെ പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. ഇവിടെ കുറച്ച് സൈലൻ്റായിട്ട് സംസാരിക്കണം. നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ അകത്ത് കയറി. ഈ വർക്ക് നോക്കി, എന്താണോ പൊളി. ഓ വർക്ക് സൂപ്പർ. ആദ്യത്തെ ടിബറ്റൻ മൊണാസ്ട്രി കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ജപ്പാൻ ടെമ്പിളിലേക്കാണ്. വാവ്, കൺസ്ട്രക്ഷൻ നോക്കി കൊടുക്കാം. സൂപ്പർ കൺസ്ട്രക്ഷൻ. ഈ ബുദ്ധന്റെ പ്രതിമ ചെയ്തിരിക്കുന്നത് ചന്ദനത്തിലാണ്. സെല്ല് മുಗಿಸ್ತೀನಿ, സെല്ല് ಕೊಟ್ಟು ഇതൊരു ജാപ്പനീസ് മന്ത്രമാണ്. നാമുമ്യോ ഹോങ് റങ്കേക്യോ. सेम गेट अशोका सांची एमपी नियर भोपाल. हाँ, सेम उसी का रेप्लिका. ठीक है. दिस वन अशोक स्तूपी, अशोक चक्रम, 4 कैपिटल लाइन, सत्य में जैसे सिंबल, इंडियन एम्बलम. जो इंडियन टाइम्स पर होता है, यहाँ का राष्ट्रीय चिन्ह होता है. और व्हाइट कलर का विश्व शांति स्तूपम है, जो तालिबान द्वारा अफगानिस्तान में जो अभियान में मूर्ति तोड़ा गया, 80 फीट हाइट का बम उड़ाया गया. उसके उपलक्ष्य में 80 फीट हाइट है. 25 नवंबर 2010 को ओपनिंग हुआ. और इसके पीछे सब विलेज गांव, ये सब में बुनकर लोग रहता, हैंडलूम का काम होता, जो बनारसी साड़ी वगैरह बनता. इधर से बन के टाउन को सप्लाई होता. टाउन में जाने पर टैक्स बैट GST कमीशन लागू होता है. यहाँ पर टैक्स बैट GST कमीशन लागू नहीं होता. वो कोऑपरेटिव सोसाइटी के अंदर चलता है. जो मार्केट को 1250 को होता है, इधर 750 को होता है. 100 पीस 1 पीस सेम रेट होता है. ये लोग इधर बना के बड़ा बिल्डिंग दिखाई दे रहा है. हाँ, इसका नाम है सारनाथ आर्ट म्यूजियम बुद्धिस्ट कोऑपरेटिव सोसाइटी. ओके. कैसे बनाते इधर दिखाते. സാർനാഥ് ആർട്ട് മ്യൂസിയം, അതാണ് സാം സാരി ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർനാഥ് ആർട്ട് മ്യൂസിയം. जो वीविंग होता है, जाके देख सकते हैं. जो हैंडलूम बनारस साड़ी बनता है, ബനാറസ് സാരി ഉണ്ടാക്കുന്ന സ്ഥലം. 750 हैंडलूम. ഓക്കെ. और सारी मेकिंग फ्री से फोड़ने लगता है. പഴയ ഹാൻഡ്ലൂം. जो बाजार में बुनाई होता है. ഓക്കെ.
ബനാറസ് സിൽക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അത് സൈക്കിളിൻ്റെ പോയി ഉണ്ടാക്കിയാണ്. അതെ കറക്റ്റ് കൊള്ളാം. ബനാറസ് സാരി ഫാക്ടറിയിൽ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ കണ്ടു. ഫുള്ള് കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. എല്ലാം ഒന്നിനൊന്നിന് വെച്ചം. അവസാനം ഞാൻ ഒരെണ്ണം എടുത്ത് ഒരു സാരി മമ്മിക്കെടുത്തു. അലൻ ഒരു ഷർട്ട് പീസ് അച്ഛനാണ് എടുത്ത്, അച്ഛനെടുത്തിട്ടുണ്ട്. കുന്നുവാവ ഒരു ഓക്കെ. ആദ്യം നമുക്ക് പാർക്കിലേക്ക് കയറി. പാർക്ക് കഴിഞ്ഞിട്ട് ശ്രീലങ്കൻ ടെമ്പിളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു തിരക്കുണ്ട്. ആ പുള്ളി പറഞ്ഞ് ആദ്യം ഇത് കയറുന്നു പറഞ്ഞു. ഈ തൊപ്പി അവിടെ റെന്റിനിട്ടാണ്. അവിടെ കുറേ ഇരിപ്പുണ്ടായിരുന്നല്ലോ. തൊപ്പി പുറമേ അടിച്ചല്ല, നല്ല രസമുണ്ടല്ലേ? ഞാൻ ഹലോ ആദ്യം ഇവിടെ വാ, ഇവിടെ വാ, അത് കണ്ടു കഴിഞ്ഞിട്ട് നോക്കാം. ആ ഇതിൽ കൊത്തുമണി കേൾക്കുന്നുണ്ടോ? ആ ഇനി നമ്മൾ ശ്രീലങ്കൻ ടെമ്പിളിലേക്ക് കയറാണ്. ഈ ടെമ്പിളിൻ്റെ ബുദ്ധൻ്റെ പ്രതിമയുടെ പുറകിൽ ബുദ്ധൻ്റെ ഒറിജിനൽ ഒരു ചെറിയ എല്ല് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നവംബറിലെ ഒരു വിശേഷ ദിവസത്തിൽ മാത്രമേ കാണിക്കുള്ളൂ, എപ്പോഴും കാണിക്കില്ല. നവംബറിലെ ഒരു വിശേഷ ദിവസത്തിൽ മാത്രമേ കാണിക്കുള്ളൂ. ഫുൾ ഡ്രോയിങ്സ് നോക്കി. ടെമ്പിളിൻ്റെ അകത്ത് ഒരു ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ട് ബുദ്ധൻ്റെ. ഈ ബ്രിക്കുകളും ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന ബ്രിക്കുകളാണെന്നാണ് പറയണത്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഹായ്, എന്ത് പണ്ടാരോണെന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കണം. പ്ലീസ് ഡോണ്ട് ഗോ അപ്പ് ദ സ്റ്റെപ്സ് വിത്ത് ഷൂസ് ആൻഡ് സ്ലിപ്പേഴ്സ്. അങ്ങോട്ട് കയറുന്നത്. അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ടിബറ്റ് സ്ട്രീറ്റിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, ശാന്തി പ്ലേസാണ്. എന്തായാലും കാശി ആ വിശ്വനാഥരമുള്ള ധർമ്മ ദശാശ്വമേധിൻ്റെ അവിടെ നിന്നുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് ഇവിടെ വളരെ ശാന്തിയാണ്. നമ്മൾ മ്യൂസിയത്തിലേക്കാണ് പോകേണ്ടത്.
നമ്മളൊരു അമ്പലത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ശ്രീ ദിഗംബർ ജെയിൻ ടെമ്പിൾ. ഗേറ്റ് അടച്ച, ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു വേണ്ട, കയറാൻ പറ്റൂലെന്ന് തോന്നണം, എങ്കിലും പുറത്തുനിന്ന് കാണാം. ജെയിൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ജെയിൻ്റെ ആണല്ലോ ടെമ്പിള്. ടെമ്പിളുടെ പൈസ ഉണ്ടോ രശീലട്ടത്? ആ അത് വേറെയാണ്, ആ ബിൽഡിംഗ് വേറെയാണ്. ജെയിൻ ടെമ്പിൾ ലെഫ്റ്റിലേക്കാണല്ലേ? ഓക്കെ, സോറി. സോക്സ്, ലെതർ ഐറ്റംസ് ഒന്നും കയറ്റാൻ പാടില്ല. അവിടെ പോയി കൈയും മുഖമൊക്കെ വാഷ് ചെയ്തിട്ടാണ് കയറാനായിട്ട്. പിന്നെ മെൻസ്ട്രേഷനുള്ള സ്ത്രീകൾ അകത്തേക്ക് കയറുന്ന എഴുതിയേക്കുന്നത്. എന്തായാലും അവർ കയറട്ടെ. ഞാൻ ഈ ബാഗ് പുറത്ത് വെച്ചിട്ട് കയറി കഴിഞ്ഞാലേ വാല്യുബിൾസ് ബാഗിലുള്ളതുകൊണ്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഈ പയ്യനോട് എത്തി. ജെയിൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. 5:30 അടക്കമെന്ന് പറഞ്ഞത് സമയം 6 മണിയായി. എനിക്ക് ഇതൊക്കെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയ ടീമാണെന്ന് തോന്നണ്ട. നോക്കാം, നമുക്ക് മ്യൂസിയം അടച്ചിട്ടുണ്ടെങ്കിൽ പണിവാളും. അപ്പോൾ എന്തായാലും ശാന്തിയായിരുന്നു ഇവിടെ. അപ്പോൾ മ്യൂസിയം അടച്ചതിൻ്റെയാണ് ഈ ആൾക്കാർ തിരക്കാകെ പോയിക്കൊണ്ടിരിക്കുന്നത്, മ്യൂസിയത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബബുലുബായിനെ വിളിച്ചിട്ട് നേരെ ഓട്ടോനെ കയറി പടിയാവാം. ഇവിടെ ഇനി വേറെ കാണാനൊന്നുമില്ല.